നാട്ടിൽ അധികരിച്ചു വരുന്ന മോഷണങ്ങൾക്കും കൊള്ളയടികൾക്കുമെതിരെ ജനകീയ വിചാരണ. കായംകുളം കൊച്ചുണ്ണി കായംകുളം. നാട്ടിൽ അധികരിച്ചു വരുന്ന മോഷണങ്ങൾക്കും കൊള്ളയടികൾക്കുമെതിരെ ജനകീയ വിചാരണ. കായംകുളം കൊച്ചുണ്ണി കായംകുളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇക്കഴിഞ്ഞ ജനുവരി 26 കൊപ്രകളത്ത് വെച്ച് നടന്ന കൂരിയാട് ദുർമന്ത്രവാദിയുടെ പ്രോഗ്രാമിന് നമ്മുടെ നാട്ടിലുള്ള കേരള നദ്വത്തുൽ മുജാഹിദീൻ്റെ പ്രവർത്തകർ സലഫി ഐക്യ സംഘം എന്ന് രോമനപ്പേരിട്ട് ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചു. പക്ഷേ അതിന് കൊടുക്കേണ്ട യഥാർത്ഥ പേര് എന്ത്, അത് ആരാണ് ചെയ്തതെന്നറിയില്ല. ഏതായിരുന്നാലും ചെയ്ത വ്യക്തിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതിന് അദ്ദേഹം കൊടുത്ത പേര് നാട്ടിൽ അധികരിച്ചു വരുന്ന മോഷണങ്ങൾക്കും കൊള്ളയടികൾക്കുമെതിരെ ജനകീയ വിചാരണ കായംകുളം കൊച്ചുണ്ണി കായംകുളം. കൃത്യമാണ്. ഈ ദുർമന്ത്ര പ്രവർത്തനങ്ങൾ, നാട്ടിൽ അധികരിച്ചു വരുന്ന ദുർമന്ത്ര പ്രവർത്തനങ്ങൾക്കെതിരെ ആരാണ് ജനകീയ വിചാരണ നടത്തുന്നത്? ദുർമന്ത്രവാദിയായിരുന്ന സാജിദ് തിരൂരങ്ങാടി. അപ്പോൾ ഈ ചങ്ങാതിയെ കൊണ്ടുവന്നിട്ട് ആരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്? ഈ ചങ്ങാതിക്ക് 5 കൊല്ലക്കാലമായി ഖുത്ബ പറയാൻ വേദി കൊടുത്ത KNMകാർ ഈ വ്യക്തിയെ പരസ്യമായി ദുർമന്ത്രവാദിയാണ് എന്ന് പുറത്ത് പറഞ്ഞു നടക്കുകയും അതേസമയം ഖുത്ബ പറയാൻ പള്ളിയിൽ സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്ത KNM പ്രവർത്തകരാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. എന്നിട്ട് അതിനൊരു ഓമനപ്പേരിടാണ്, എന്ത് സലഫി ഐക്യ സംഘം എന്ന്. പക്ഷെ അതല്ല കൊടുക്കേണ്ടിയിരുന്നത് എന്നതാണ് ആ നോട്ടീസ് കൊണ്ടുള്ള വിവക്ഷ. എന്നാൽ ഇത് കൊള്ളേണ്ടതുപോലെ നമ്മുടെ ഈ വിദ്വാന് കൊണ്ടു. അപ്പോൾ ഇനി അതിന്മേൽ കടന്ന് എന്തെങ്കിലും തനിക്കത് അനുകൂലമാക്കിയെടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന ഒരു വിഫല ശ്രമം നടത്തുമ്പോൾ പണ്ട് നായർ നായികാട്ടത്ത് ചാടിയതുപോലെ എന്ന് പറഞ്ഞതും പോലെ ഈ ചങ്ങാതി, ഈ നോട്ടീസിലും ഈ ചങ്ങാതി പെട്ടു. അദ്ദേഹം അത് പറയട്ടെ, ശേഷം ഞാൻ വിശദീകരിച്ചു തരാം. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി കായംകുളത്ത് തന്നെ വന്നിട്ട് എന്ത് പറയാണ്? ഞാൻ കുറേ കാലം മുതലാളിമാരുടെ പണം മോഷ്ടിച്ച് പാവങ്ങൾക്ക് വിതരണം ചെയ്യുന്ന പ്രവൃത്തി ചെയ്തിരുന്നു. അന്നിത് ചെയ്തപ്പോൾ എനിക്കത് സൽക്രമമാണ്, പുണ്യകർമ്മമാണ്. എന്തായാലും അതുകൊണ്ട് കോടതിയിൽ എന്നെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ ഭാഗമായി ജയിലിൽ അടക്കൂല എന്നാണ് കായംകുളം കൊച്ചിന് വിചാരിച്ചത്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ഹുക്കുമൊന്നും ഇപ്പോൾ ബാധകമല്ലല്ലോ. അപ്പം അതുകൊണ്ട് അദ്ദേഹം പണക്കാരെ മുതൽ കെട്ട് പാവങ്ങൾ കൊണ്ടുകൊടുക്കും. അങ്ങനത്തെ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ അതൊരു പുണ്യകർമ്മമാണ്. ഏതുപോലെ ഇപ്പം ഞാൻ ചെയ്ത പോലെ. ഏതുപോലെ? ഞാൻ ചെയ്ത പോലെ. ആരാ പറയണത്? ഈ ദുർമന്ത്രവാദി പറയാണ് കായംകുളം കൊച്ചുണ്ണി സാജിദ് തിരൂരങ്ങാടി ചെയ്തതുപോലെയാണ്. അത് അദ്ദേഹം തന്നെ അവകാശപ്പെടാൻ. അപ്പോൾ കായംകുളം കൊച്ചുണ്ണി എന്താ ചെയ്തത്? ധനികരായ ആളുകളുടെ പണം മോഷ്ടിച്ച് പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു. അപ്പോൾ ഇവിടെ സാജിദ് തിരൂരങ്ങാടി ചെയ്തതോ? പാവപ്പെട്ട ആളുകൾ അള്ളാഹുവിൻ്റെ ദീൻ മതം പഠിപ്പിച്ച ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട റുഖിയ ശർഈയ പ്രതീക്ഷിച്ചു വന്ന ആളുകളെ കബളിപ്പിച്ച് തെറ്റിദ്ധരിപ്പിച്ച് റുഖിയ ഷിർക്കിയ എന്ന് പറയുന്ന ദുർമന്ത്രവാദ പ്രവർത്തനമായിരുന്നു ഈ ചങ്ങാതി ചെയ്തു കൊടുത്തിരുന്നത്. എന്നിട്ട് പണവും വാങ്ങി സ്വന്തം കുമ്പ വീർപ്പിക്കുക ചെയ്തത്, അല്ലാതെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യല്ല ചെയ്തത്. പിന്നെ ഈ ചങ്ങാതി പറയുന്നത് എന്താണ്? കായംകുളം കൊച്ചുണ്ണിക്ക് മതനിയമങ്ങളൊന്നും ബാധകമല്ല. അതായത് ഈ സാജിദ് തിരൂരങ്ങാടിക്ക് മതനിയമങ്ങളൊന്നും ബാധകമല്ലേ, ഞാൻ ചെയ്തതുപോലെയാണ് കായംകുളം കൊച്ചുണ്ണി ചെയ്തത് എന്ന് പറയാം. എന്നിട്ട് കായംകുളം കൊച്ചുണ്ണിക്ക് മതനിയമങ്ങളൊന്നും ബാധകമല്ല എന്നും പറയാം. അപ്പോൾ അതിന് സാധാരണക്കാരൻ എന്താ മനസ്സിലാക്കേണ്ടത്? ഈ ജാതി പൊട്ട പോയത്വവും വിവരക്കേടുകളും പറയുന്ന ഒരവസ്ഥയിലേക്ക്, പരസ്പര വൈരുദ്ധ്യങ്ങളും ഈ പറയുന്ന പടുജഹാലത്തുകളും ഒക്കെ വിളമ്പുന്ന ഒരാളായി ഈ ചങ്ങാതി മാറിയത് അള്ളാഹുവിൻ്റെ പാർശ്വം വിട്ടതുകൊണ്ടാണ്. ഇനി ആകാശത്തുനിന്ന് വീണവനെ പോലെ പലതും വിളിച്ചു പറയും, പല അപകടങ്ങളിലും ചെന്ന് ചാടും. അങ്ങനെ പല സ്ഥലത്തും കറങ്ങിത്തിരിഞ്ഞ അവസാനം ഇപ്പം വീണ്ടും ഈ പറയുന്ന ചെന്ന് ചേരേണ്ട സ്ഥലത്ത് തന്നെയാണ് ചെന്ന് ചേർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവരങ്ങോട്ട് അടുപ്പിച്ച് പരസ്യമായി രംഗത്ത് വന്നിട്ടില്ല എന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാ വിദൂരമല്ലാത്ത ഭാവിയിൽ നമുക്കതും കാണാം. അപ്പോൾ ഇനി ഇദ്ദേഹം പറയുന്ന ഈ വിഷയം, അടുത്ത വിഷയം നമുക്ക് ഇൻഷാ അല്ലാ അടുത്തൊരു ക്ലിപ്പിൽ വിശദീകരിക്കാം.